ഹലോ എവരിവൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം എന്താ, കഴിഞ്ഞ ദിവസം അമൃതയും ജിബിനും അപ്പൂസും എല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ. അപ്പം ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകിട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങി. വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് സൂവിൽ പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ സൂവിലെത്തി കേട്ടോ. നമ്മുടെ ഉമ്മൽക്കുവനിലെ സൂ വൈൽഡ് ലൈഫിലാണ് പോയത് കേട്ടോ. എൻ്റെ ദൈവമേ, പിള്ളേരുടെ എക്സൈറ്റ്മെൻറ്റ് കാരണമായിരുന്നു. എന്തിന് പിള്ളേരെ പറയണം, നമുക്കോ. ഞാനാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ സൂവിൽ പോകുന്നത്. പണ്ട് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് കൊണ്ടുപോകത്തില്ലേ, അങ്ങനെയൊക്കെ സൂവിൽ പോയതാ. പിന്നെ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും ചിന്നും ഞാനും കൂടെ ഒരു തവണ ട്രിവാൻഡ്രത്തോ മറ്റോ പോയപ്പം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ സൂവിലൊന്നും പോയി ഇങ്ങനെ ആനിമൽസിനെ പിന്നെ ഇത്രയും അടുത്ത് നമുക്ക് ഫീഡ് ചെയ്യാനൊന്നും നാട്ടിലൊന്നും പറ്റത്തില്ലല്ലോ. മീതുക്കുട്ടിയാണെങ്കിൽ നമ്മൾ ആദ്യം ഫീഡ് ചെയ്യാനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അരുൺ പിന്നെ പോയി ഫീഡ് ചെയ്യാനായിട്ട് വാങ്ങിക്കാനായിട്ട് പോയി. ഇവിടുത്തെ എൻട്രി ഫീസ് 25 dirhams കേട്ടോ. ഫീഡ് ചെയ്യുന്നതിന് 5 dirhams നമുക്ക് ഈ പുല്ല് പോലെ കിട്ടും, അത് മേടിച്ച് ഫീഡ് ചെയ്യാം. ഇവിടുത്തെ എല്ലാ മൃഗങ്ങളും എനിക്ക് തോന്നുന്നു ഈ പുല്ല് തന്നെയാണ് തിന്നുന്നത് തോന്നുന്നു. എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മിതു എല്ലാവരെയും വിളിച്ച് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം ജിറാഫാണ്. അപ്പോൾ ജിറാഫിന് കൊടുത്തൊരു പരുവായി. പിന്നെ ഈ ചിമ്പാൻസിയെ കണ്ടോ, ഈ ചിമ്പാൻസി ഉണ്ടല്ലോ, അവിടെ ഇപ്പം പടക്കം പൊട്ടിച്ചു കേട്ടോ. ഇതിന് ഓണറോ മറ്റോ ആണെന്ന് തോന്നും. അപ്പം അത് കണ്ടിട്ട് ദേഷ്യപ്പെട്ട് പിണങ്ങി വന്ന് അവിടെ പോയിരിക്കുക. പിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അതിനെ ഒന്ന് അവിടുന്ന് അതിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾ വിളിച്ചോണ്ട് പോയെന്നറിയോ. അത് വരുന്നേയില്ല, പിണങ്ങിയിരിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ആ നടപ്പും ദേഷ്യപ്പെടലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ചിരി വരും. പിന്നെ ഇവിടെ കുറേ ബെയറുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ അതാണെന്ന് തോന്നുന്നു. പിന്നെ ടൈഗറോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ബംഗാൾ ടൈഗറും ഇന്ത്യൻ ടൈഗർ, അങ്ങനെ ഒത്തിരി ടൈഗറുകൾ. പിന്നെ പാന്തർ, ലെപ്പേർഡ്, പിന്നെന്താ ലയണ്. പിന്നെ നമുക്കിവിടെ ഫോട്ടോയും എടുക്കാം കേട്ടോ. ഫോട്ടോ എടുക്കാനായിട്ട് വേറെ ഇതും ഉണ്ട് കേട്ടോ. പിന്നെ ചിലവർക്കൊക്കെ കാല് മുറിച്ച് അവരുണ്ട്. പിന്നെ വാലിന് എന്തോ പ്രോബ്ലം ഉള്ളവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആനിമൽസും ഉണ്ട്. പിന്നെ നമുക്കിത് വളരെ അടുത്ത് നിന്ന് കാണാൻ കേട്ടോ. ഇതൊന്നും സൂം ചെയ്യുന്നല്ല, നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാം. ഇവരൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ചുമ്മാ ഇങ്ങനെ കെട്ടിയിട്ടിട്ടേ ഉള്ളൂ. നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് പോയി നിന്ന് കാണാം. പിന്നെ ഇങ്ങോട്ട് നോക്ക്, എത്ര അടുത്താണ് നമ്മളിതൊക്കെ കാണുന്നതെന്ന്. നല്ല സേഫാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് നല്ല അടുത്ത് തന്നെ നിന്ന് കാണാം. പിന്നെ താഴോട്ട് പോകുമ്പം കൗവ്, ഷീപ്പ്, അങ്ങനെ ഹോഴ്സ്, അങ്ങനെ കുറേ വേറെ ആനിമൽസും ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമുക്കിതൊക്കെ കാണാൻ പറ്റിയല്ലോ. പിന്നെ മിതുവിനെ കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും. പിന്നെ മിതു അപ്പൂസും ഒക്കെ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു കേട്ടോ നല്ലതുപോലെ. പിന്നെ ഇവരൊക്കെ ആണെങ്കിലും ടി വിക്കകത്തൂടെ അല്ലേ കൂടുതലും കാണുന്നത്. അപ്പം ഈ ലൈവ് എക്സ്പീരിയൻസ് എപ്പോഴും പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അവർക്കതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ പിന്നെയും അതിലേക്ക് പുറകെ ആയിരുന്നു. എസ്പെഷ്യലി മീതുക്കുട്ടി പിന്നെ പറയേ വേണ്ട, അവൻ വല്ലാതെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല രസമായിരുന്നു. നമുക്ക് കൊടുത്ത പൈസയ്ക്ക് വർത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം.